ഞാൻ കുറച്ച് നേരത്തെ നമ്മുടെ രേണുസുധിയുടെ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് രണ്ട് വാക്ക് പറയണം തോന്നിയായിരുന്നു. അത് ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം, അത് കണ്ടിട്ട് വരാമേ. അല്ലെങ്കിൽ ഫിറോസ് എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. താങ്കളുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ കണ്ടല്ലോ, എന്റെ അപ്പനെ എന്നെ നാറി ചെറ്റ എന്നൊക്കെ വിളിക്കാൻ നാണമുണ്ടോ തനിക്ക്? തനിക്ക് എപ്പോഴാണ് ഞാൻ നാറിയും ചെറ്റ ആയത്? ഓർമ്മയുണ്ടോന്നറിയില്ല. നമ്മൾ തമ്മി ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതിയിൽ സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ. ഇക്ക മറന്നാലും രേണുസുധി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല. ഞാനും അയച്ചിട്ടുണ്ട് ഇക്കാക്ക്, ഇക്ക എനിക്ക് അയച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. ഇപ്പോഴല്ലേ എനിക്ക് എന്നെ നാറി ചെറ്റയാക്കി എന്റെ തന്തയും ഞാനും നാറിയും ചെറ്റയായത്. നാണമുണ്ടോ തനിക്ക്? ഇനി മേലെ എന്നെ നാറി ചെറ്റെന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കരുത്. ഞാൻ തന്നെ വിളിക്കാത്തത്, ഞാൻ ഇക്കാന്ന് മാത്രമേ ഇന്നും വിളിക്കുന്നുള്ളൂ. വിളിക്കാത്തത് എന്റെ സംസ്കാരം, മനസ്സിലായോ? അപ്പൊ ഞാനൊന്നും മറക്കത്തില്ല. ഇക്കായും മറക്കാതിരുന്ന ഇക്കാക്ക് കൊള്ളാം. ഓക്കെ. തലമറന്ന് എണ്ണ തേക്കരുത് എന്നേ ഞാൻ പറയുന്നുള്ളൂ. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഫിറോസ്ക്ക, അതായത് ഫിറോസ്ക്ക് എന്ത് മെസ്സേജാണ് അയച്ചതെന്ന് നമുക്ക് ആർക്കും അറിയില്ല കേട്ടോ. അത് രേണുവിന് മാത്രമേ അറിയുള്ളൂ. നിങ്ങൾ നല്ല ഉദ്ദേശത്തോടുകൂടി മെസ്സേജ് അയച്ചാണോ, ഇനി മോശം ഉദ്ദേശത്തോടുകൂടി മെസ്സേജ് അയച്ചാണോ, ഇനി അതല്ല വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ മെസ്സേജിന്റെ ഭാവങ്ങളും മാറ്റങ്ങളും ഒക്കെ കാണുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് മെസ്സേജ് എങ്ങനെയുള്ളതായിരുന്നു എന്ന് രേണുവിന്റെ മുഖഭാവത്തിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഏത് തരത്തിലാണ് എങ്ങനെയാണ് മെസ്സേജ് അയച്ചത് എന്ന് ഫിറോസ് ആണ് ഇവിടെ വ്യക്തമാക്കേണ്ടത്. അത് വ്യക്തമാക്കിയേ മതിയാവൂ, അല്ലെങ്കിൽ ഫിറോസ് കുറ്റക്കാരനാകും. ഞാൻ ഇങ്ങനെയുള്ള മെസ്സേജാണ് അയച്ചിരിക്കുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എൻ്റെ ഏട്ടന്മാരെ അനിയന്മാരെ. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഫിറോസെ നിങ്ങളെയാണ് എല്ലാവരും തെറ്റിദ്ധരിക്കുക. അതുപോലെ രേണുസുധിയോട് മെസ്സേജ് പുറത്തു വിടണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അത് ഓപ്പണായിട്ട് രേണു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മെസ്സേജ് അയച്ചിരുന്നു. ഏത് തരത്തിലുള്ള മെസ്സേജ് ആണെന്ന് മാത്രമേ ഇനി അറിയണ്ടൂ. ഇനിയിപ്പോഴും നിങ്ങൾ സുഖവിവരങ്ങൾ അന്വേഷിച്ചാണോ, അല്ലെങ്കിൽ വീട് പണിയുടെ ഇടയ്ക്കുള്ള മെസ്സേജ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ രഹസ്യങ്ങൾ പുറത്തു വിടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് ആണോ, ഇതൊക്കെ പറയേണ്ട കടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസിന് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസും അതുപോലെ തന്നെ രേണുസുധിയും കൂടിയിട്ട് ഒരുമിച്ച് ഇനി അച്ഛനെതിരെ നീങ്ങുന്നുണ്ടോ എന്നുള്ള ഒരു സംശയവും കൂടി എനിക്കുണ്ട്. അതും കൂടി ഞാൻ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ അപ്പോൾ തുറന്നു പറയുകയാണെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്നും നമുക്കറിയില്ല. ഏതായാലും അച്ഛൻ ഇതിൻ്റെ അകത്ത് നോട്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്തു, അത് രേണു കൈപ്പറ്റി എന്നാണ് പറയുന്നത്. ആ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും തീർക്കണം എന്ന് തന്നെയാണ് എനിക്ക് അച്ഛനോട് പറയാനുള്ളത്. അപ്പോഴും ഇവിടെ തീരുന്നില്ല പ്രശ്നം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും തോന്നുന്നത്, ഞാൻ വേറെ പല ചാനലുകളിലും കണ്ടു, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ 2-3 വർഷത്തിനുള്ളിൽ ആ വീട് കഥാകുതാന്നാകാനുള്ള എല്ലാ ചാൻസുകളും കാണുന്നുണ്ട്. മിക്കവാറും ആ വീടിൻ്റെ ക്വാളിറ്റി അത്രയേ ഉള്ളൂ. കാരണം ഇവര് എന്തൊക്കെയോ ചെയ്തു കൂട്ടി കൊടുത്തു എന്നല്ലാതെ അതിന് കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഫിറോസ് വെച്ചു കൊടുക്കുന്ന മറ്റ് വീടുകളിലൊന്നും പ്രശ്നമില്ല, ഈ ഒരു വീടിന് മാത്രം എന്തുകൊണ്ട് പ്രശ്നമുണ്ടായി? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തങ്കഞ്ചേട്ടനായാലും രേണു ആയാലും പറഞ്ഞ ഒരു കാര്യം ഇതാണ്, അതായത് പുതിയ വീടും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നു, ശരി തന്നെയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് വെള്ളം വീണിട്ട് ഞങ്ങൾക്ക് കിടക്കാൻ കഴിയുന്നില്ല എന്ന് ഒരു വാക്ക് അവര് ഉപയോഗിച്ചു പോയി. അത് വളരെ തെറ്റാണോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പൊ എനിക്ക് ആരെങ്കിലും ഒരു വീട് വെച്ച് തന്നു കഴിഞ്ഞാൽ അത് ചോരുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ചോരുന്നുണ്ട്. അവന് എല്ലാ സ്ഥലത്തും പോയിട്ട് പറയുന്നില്ലേ ദാനം കൊടുത്തതാന്ന്. ആ ദാനം കൊടുത്ത വീട് ചോരുന്നുണ്ട് എന്ന് അവരങ്ങ് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെയൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളതും അല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 24 ചാനൽ ഏറ്റെടുത്ത ഒരു സംഭവമാണ്. അതിൽ ഇവരൊക്കെ ചാടി വീണു എന്ന് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇപ്പോഴെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യ കാലത്തുണ്ടായിരുന്ന ശ്രീകണ്ഠൻ നായരും പിന്നെ എന്ന് പറഞ്ഞാൽ മിമിക്രി അസോസിയേഷനും ഇവരെല്ലാവരും കൂടി ഇടപെട്ടിട്ട് ആ വീടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കണം. ഇതിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടു പോകരുത്. എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയിട്ട് എല്ലാവർക്കും സ്വസ്ഥതക്കേട് ഉണ്ടാക്കുന്നത്? അതായത് എത്രയും പെട്ടെന്ന് ഇത് പറഞ്ഞു തീർത്തുള്ളൂ. ഇത് ഒരു ദിവസമല്ലേ വീണ്ടും പറഞ്ഞു തീർക്കാൻ. ഇതെന്ന് പറഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ന് പറഞ്ഞാൽ രേണു എന്തെങ്കിലും പറയുന്നുണ്ടോ, രേണു എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, രേണു എന്തെങ്കിലും കുടിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇവിടെ കാത്തിരിക്കുന്നു. പിന്നീട് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് അവരെ പറയുന്നു. പിന്നീട് അവര് ഗതിയില്ലാതെ വരുമ്പോഴും പഴയ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. ഇപ്പോഴത് തന്നെയല്ലേ സംഭവിച്ചത്. ഇത്രയും നാളായിട്ടും രേണുസുധി ഇങ്ങനെയൊരു കാര്യങ്ങളൊന്നും നമ്മളോട് ആരോടും പറഞ്ഞിട്ടില്ല. ഫിറോസ് മെസ്സേജ് അയക്കുന്ന കാര്യമോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടില്ലേ ഫിറോസ്, ഇതൊന്നും നമ്മളോട് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനിയും പലതും വിളിച്ചു പറയുന്നതിൻ്റെ ഇടയ്ക്ക്
ഇനി എന്താ പലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും പിന്നെ എന്ത് റോങ് ആയിട്ടോ അല്ലെങ്കിൽ നല്ലതായിട്ടോ മോശമായിട്ടോ വിളിച്ചോ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പ്രശ്നങ്ങൾ അങ്ങ് തീർക്കണം. അതാണ് ഇപ്പോഴേ വേണ്ടത് നിങ്ങൾ. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും ഇനി നീട്ടിക്കൊണ്ട് പോകരുത് എൻ്റെ പൊന്നു സഹോദരങ്ങളെ. നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ഫിറോസ് നിങ്ങൾക്കടക്കം മോശം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞ് ഞാൻ പറയുകയാണ്, ഫിറോസെ ഒരുപാട് പേര് ഫിറോസിനെ സംശയിക്കും ഇതിൻ്റെ അകത്ത്. കാരണം ഫിറോസ് ഇതിനകത്ത് ഒരുപാട് പൈസ പിരിപ്പിച്ചു, അതുപോലെ തന്നെ ഫിറോസ് ആ പൈസേനെ കൊണ്ട് നന്നായതാണ് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റും നമുക്ക് പറയാൻ പറ്റൂല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ ഇത്ര പൈസ മുടക്കി, ബാക്കി ഇത്ര പിരിഞ്ഞു കിട്ടി, ഇത് ഇത്ര പൈസയാണ് ഇതിൻ്റെ ചെലവ് എന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ദാനം കൊടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. നമ്മുടെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ടാണെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും പല വീടുകളും കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ പിന്നെന്താണ് ഇതിനൊക്കെ കുഴപ്പം കഴിഞ്ഞാൽ ഫാമിലി ഉണ്ടല്ലോ, എന്താ മാരിയോ ഒക്കെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവരൊന്നും വീടിന് ഇതുവരെ എന്ന് പറഞ്ഞ ഒരു കംപ്ലൈൻറ്റ് പോലും പറഞ്ഞിട്ടില്ല ആരും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വാളിറ്റിയോട് കൂടിയിട്ട്, ചെറുതാണെങ്കിലും അതോട് കൂടിയിട്ട് നല്ല സ്റ്റൈലോട് കൂടിയിട്ട് കൊടുക്കുന്നേ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വെച്ച് പോയിട്ട് എന്തെങ്കിലും എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതാണ് ഞാൻ പറയുന്നത്. എത്രയും പെട്ടെന്ന് ഈ ഒരു സംഭവം തീർക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അളമുട്ടിയ ചേരയും കടിക്കും എന്ന് പറഞ്ഞ പോലെ രേണു ആ അളമുട്ടിയത് കൊണ്ടാണ് രേണു പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വെല്ലുവിളിയായിട്ടൊന്നുമല്ല. ചില ആൾക്കാർ പറയുന്നത് ലൈവിലോ ഒന്ന് പച്ചത്തെറി പറഞ്ഞു, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. ഇതൊക്കെ ഉള്ളത് തന്നെയല്ലേ, ഇല്ലാത്തൊന്നല്ലല്ലോ, ചിലപ്പോൾ ഉള്ളത് തന്നെയായിരിക്കും. അതാണ് ഞാൻ ഇത്ര നാളും ഇക്ക എന്നാണ് വിളിച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇക്ക എന്നുള്ളത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഒരു പേര് വിളിക്കും, അതിനിട വരുത്തരുതേ എന്ന് ഫിറോസിന് ഒരു ഭീഷണിയാണോ? ശരിയായിരിക്കാം, ചിലപ്പോൾ ഫിറോസിന് ഇതൊരു ഭീഷണിയായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഫിറോസെ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പല കാര്യങ്ങളും ഫിറോസ് തുറന്നു പറയേണ്ടിയിരിക്കുന്നു. പല കാര്യങ്ങളും തുറന്നു പറയാനുണ്ട്. ഫിറോസ് ഇനിയും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം താങ്കൾക്ക് തന്നെ അതൊരു മോശമായിട്ട് വരും. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ വന്നപ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരിക്കലും പറയത്തില്ല താങ്കളുടെ മോശമായിട്ട് അവരോട് സംസാരിക്കുന്നത്, ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വ്യക്തിയല്ല താങ്കൾ എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ കുറേ നാളുകളായിട്ട് ഈ ഫിറോസിനെ അറിയുന്നതാണ്, ഫേസ്ബുക്കിലൂടെയാണ്, നേരിട്ടൊന്നുമല്ല. അപ്പോൾ എനിക്ക് ഒരു വിശ്വാസം ഉള്ളതാണ്. കാരണം ഫിറോസ് അങ്ങനെ ഒരു വ്യക്തിയല്ല എന്ന് നമുക്കൊരു മനുഷ്യനെ കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഫിറോസ് ആ ഒരു കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്തണം. പിന്നെ രേണു ആണെങ്കിലും എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇനി എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ ഒന്നിക്ക് തീർക്കുക. ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ അടിച്ച് പിരിയുക, ഇതേ ഉള്ളൂ രക്ഷ. പിന്നെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും ശ്രീകണ്ഠൻ നായർ ഇടപെടുക തന്നെ വേണം. കാരണം വെച്ചാൽ ഇടപെട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ തീർത്ത് കൊടുക്കുക വേണ്ടത്. അല്ലാതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഉരുട്ടിയിട്ട് ഓരോ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞ്, വായി തോന്നുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും അതൊന്നും ശരിയല്ലടോ, ശരിയല്ല. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.